ഹായ്, ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇൻകം ടാക്സ് പാർട്ട് 9 ആണ്. ടോപ്പിക്ക് TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് സെക്ഷൻ 206C(1H). നമ്മൾ കഴിഞ്ഞ പാർട്ട് 8 ഇത് TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് CBDT 30/9/2020 ഒരു പ്രസ് റിലീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഒരുപാട് സംശയങ്ങൾ എല്ലാ വിഭാഗത്തിലുള്ളവരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് CBDT ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, പ്രസ് റിലീസും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ് റിലീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില പോയിന്റ്സുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി വരുന്ന GSTയുടെയും ഇൻകം ടാക്സിന്റെയും TDSന്റെയും എല്ലാ നോട്ടിഫിക്കേഷനും വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. നോക്കുക, പോയിന്റ് നമ്പർ 1, അതായത് ഒരു റൈറ്റപ്പ് ആയിട്ടാണ് ആ പ്രസ് റിലീസിലുള്ളത്. അതിന്റെ മെയിൻ കണ്ടന്റ് മാത്രം പോയിന്റ് രൂപത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നോക്കുക, TCS റേറ്റ് 0.075% അപ് ടു 31/3/2021. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി TCS കളക്ട് ചെയ്യേണ്ടവർ, കളക്ട് TCS ഇഫ് ഹിസ് ടേൺ ഓവർ എക്സീഡ്സ് ₹10 crore in the last financial year. Less than 10 crore will not be required to collect TCS. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള 2 കണ്ടീഷൻസ് അതിവിടെ ഈ പ്രസ് റിലീസിൽ, കാരണം ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് റൈറ്റപ്പുകൾ വന്നിട്ടുണ്ട്. അത് ആ റൈറ്റപ്പുകളിലൊക്കെ പല മീഡിയാസിലും പല മാഗസിനിലും പല ജേർണലിലും ഒക്കെ ഒരുപാട് റൈറ്റപ്പുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ കുറെ ഭാഗങ്ങളൊക്കെ ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പ്രസ് റിലീസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് അതിലെ തെറ്റിദ്ധാരണകൾ തിരുത്താനായിരുന്നു. നോക്കുക, അതാണ് റേറ്റ് 31/3/2021 വരെയാണ് ഈ പറഞ്ഞ റേറ്റ് ഉള്ളത്. ഇനി TCS കളക്ട് ചെയ്യേണ്ടവർ ഇഫ് ഹിസ് ടേൺ ഓവർ എക്സീഡ്സ് 10 crore ഇൻ ദ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ, അതായത് കണ്ടീഷൻ ആയിട്ടുള്ള ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ അത് 10 കോടിക്ക് മുകളിലുള്ളവർ മാത്രമേ TCS കളക്ട് ചെയ്യാൻ ലയബിൾ ഉള്ളൂ. 10 കോടിയിൽ കുറവുള്ളവർ TCS കളക്ട് ചെയ്യാൻ ലയബിൾ അല്ല. Collect TCS if the receipt of sales consideration from a buyer exceeds ₹50 lakh in the financial year. ഇനി ആ പിടിക്കേണ്ട വർഷത്തെ, അതായത് ഈ കറണ്ട് ഫൈനാൻഷ്യൽ എന്തായിരിക്കണം? ഇഫ് ദ റെസിപ്റ്റ് ഓഫ് സെയിൽസ് കൺസിഡറേഷൻ, നിങ്ങളുടെ വിറ്റതിന് മുകളിൽ കിട്ടുന്ന ആ സെയിൽസ് കൺസിഡറേഷൻ എന്തായിരിക്കണം? ഫ്രം എ ബയർ, ഒരു സിംഗിൾ ബയറിൽ നിന്ന് എക്സീഡ്സ് ₹50 lakh, 50 ലക്ഷത്തിന്റെ മുകളിൽ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യേണ്ടൂ? TCS കളക്ട് ചെയ്യേണ്ടു. ഈ കറണ്ട് ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു സിംഗിൾ ബയറിൽ നിന്ന് 50 ലക്ഷത്തിന് മുകളിൽ എമൗണ്ട് സ്വീകരിക്കുന്ന മാത്രയിലെ നിങ്ങൾ TCS കളക്ട് ചെയ്യാൻ ലയബിൾ ആവുന്നു. ക്ലിയർ? ഫോർത്ത്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് എക്സംപ്റ്റഡ് ഫ്രം ടു കളക്ട് TCS. ഇനി എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിന്റെ മുകളിൽ ഏത് വേണ്ട? TCS കളക്ട് ചെയ്യേണ്ട. ഫിഫ്ത്ത്, TCS shall be applicable only on the amount received on or after 1st October 2020. ഇതൊരു മെയിൻ പോയിന്റ് ആണ്. ഫിഫ്ത്ത്, TCS shall be applicable only on the amount received on or after 1st October 2020. പല ആൾക്കാരുടെ സംശയം അതായിരുന്നു, ഫൈനാൻഷ്യൽ ഇയർ 1-4 തൊട്ടിട്ടുള്ള ആ സമയത്ത് റിസീവ് ചെയ്ത എമൗണ്ടിന്, അതായത് അപ് ടു 30th September വരെ റിസീവ് ചെയ്ത എമൗണ്ടിന് ഈ TCSുമായിട്ട് വല്ല എന്തെങ്കിലും കണക്ഷൻ വരുമോ എന്നുള്ളതാണ് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. TCS ഷാൽ ബി ആപ്ലിക്കബിൾ ഓൺലി ഓൺ ദ എമൗണ്ട് റിസീവ്ഡ് ഓൺ ഓർ ആഫ്റ്റർ 1st October 2020. 1-ാം തീയതിയോ അല്ലെങ്കിൽ അതിനുശേഷമോ, 1st October അതിനുശേഷമോ റിസീവ് ചെയ്യുന്ന എമൗണ്ടിന് മുകളിൽ മാത്രമേ TCS കളക്ട് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ. For example, a seller who has received ₹1 crore before 1/10/2020 from a particular buyer and receives ₹5 lakh after 1/10/2020 would be required to collect tax on ₹5 lakh only and not on
55 lakh. That is rupees 1,05,00,000 minus 50,00,000 by including the amount received before 1/10/2020. ഇവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു സെല്ലർ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ 1/10 മുന്നേ ബിഫോർ 1st October 2020 മുന്നേ തന്നെ എത്ര കിട്ടിയിട്ടുണ്ട്, 1 കോടി രൂപ കിട്ടിയിട്ടുണ്ട് ഫ്രം എ പർട്ടിക്കുലർ ബയർ, ഫ്രം എ സിംഗിൾ ബയർ, ആൻഡ് റിസീവ്സ് rupees 5 lakh ആഫ്റ്റർ 1st October 2020 would be required to collect tax on 5 lakh only. അതായത് 1st April തൊട്ടിട്ട് 1st April 2020 തൊട്ടിട്ട് 30th September 2020 വരെ ഒരു ആൾക്ക്, ഒരു സെല്ലറിന് എന്ത് കിട്ടിയിട്ടുണ്ട്, 1 കോടി രൂപ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോർമലി ഇതിന്റെ മുകളിൽ, അതായത് അതിനുശേഷം 1/10 ശേഷം അദ്ദേഹത്തിന് 5 ലക്ഷം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ആ 5 ലക്ഷത്തിന് മാത്രമേ TCS കളക്ട് ചെയ്യേണ്ടതുള്ളൂ. അതായത് അതിന് പിന്നെ അതായത് അപ് ടു 30th September വരെ 1 കോടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 50 കിഴിച്ചിട്ട് 55ന്റെ മുകളിലല്ല TCS കളക്ട് ചെയ്യേണ്ടത് എന്നർത്ഥം. അതിന് പ്രീവിയസ് കിട്ടിയ ഒരു എമൗണ്ടിന്റെ മുകളിലും TCS കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 1st April തൊട്ടിട്ട്, ശരിക്കും പറഞ്ഞാൽ 1st April തൊട്ടിട്ട് 30th September വരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എമൗണ്ടിന്റെ മുകളിൽ TCS കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തരുന്ന 5 ലക്ഷത്തിന് മാത്രമേ വേണ്ടൂ, അല്ലാതെ 55 ലക്ഷത്തിന് മുകളിൽ വേണ്ട. ഇനി 6th പോയിന്റ് നോക്കുക, TCS ഈസ് നോട്ട് ആൻ അഡീഷണൽ ടാക്സ്. ഇനി പല റൈറ്റപ്പുകളിൽ വന്ന വേറൊരു പോയിന്റ് ആണ് CBDT ഇവിടെ ക്ലിയർ ചെയ്യുന്നത്. ഇത് ഒരു അഡീഷണൽ ടാക്സ് എന്ന രീതിയിലുള്ള എഴുത്തുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരിക്കലും എന്തല്ല, ഒരു അഡീഷണൽ ടാക്സ് ചാർത്തുന്ന അല്ലെങ്കിൽ ചുമത്തുന്ന ഒരു സിസ്റ്റം അല്ല. ഇത് ഏതുപോലെയാണ്, ബയർക്ക്, അതായത് സെല്ലർ ബയറിൽ നിന്നല്ലേ TCS കളക്ട് ചെയ്യുന്നത്, ആ ബയർക്ക് ഇതെന്താണ്, അഡ്വാൻസ് ടാക്സ് പോലെയോ TDS പോലെയോ ഫ്യൂച്ചറിൽ അവർക്ക് വരുന്ന ഇയർ എൻഡില്, ആ ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഈ TCS അവരിൽ നിന്ന് പിടിക്കപ്പെടുന്ന എമൗണ്ട്. ആ എമൗണ്ട് എന്ത് ചെയ്യുക, അഡ്വാൻസ് ടാക്സ് പോലെയോ TDS പോലെയോ ഇയർ എൻഡില് ആ ഫൈനാൻഷ്യൽ ഇയറിൽ മുഴുവൻ വരുന്ന ടാക്സ് ബാധ്യതയിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ TCSന് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ ഒരു വേറെ തന്നെ ഒരു ടാക്സ് ചുമത്തുന്ന ഒരു സിസ്റ്റം അല്ല, ഒരു അഡീഷണൽ ടാക്സ് അല്ല. ഓക്കെ, TCS is not an additional tax. Clear? If TCS is more than his tax liability, he will get a refund. ഇനി അദ്ദേഹത്തിനുള്ള ആ ഫൈനാൻഷ്യൽ ഇയറിലെ ലയബിലിറ്റിയേക്കാൾ കൂടുതലാണ് അദ്ദേഹത്തിന്റെ TCS എമൗണ്ട് എങ്കിൽ, ആ വർഷത്തെ TCS എമൗണ്ട് എങ്കിൽ അവർക്ക് എന്ത് കിട്ടും, ആ ബയറിന് അത് റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലിയർ? നോക്കുക, അപ്പോൾ ഇവിടെ പബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. ഏത് ഡേറ്റിന്, 30/9/2020. ക്ലാരിഫിക്കേഷൻ പ്രസ് റിലീസ് പബ്ലിഷ്ഡ് ബൈ 30/9/2020 CBDT പ്രസിദ്ധീകരിച്ചത്. അതിൽ നിന്നുള്ള പോയിന്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക, CBDT സർക്കുലർ നമ്പർ 17 of 2020 ഡേറ്റഡ് 29th September 2020. ഇതാണ് സർക്കുലർ ആണ് ഫസ്റ്റ് വന്നത് 29th September-ന്. പക്ഷെ അത് അത്രയും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന രീതിയിലായിരുന്നില്ല. അതിനുശേഷം ഒരുപാട് ക്വരികളും സംശയങ്ങളും ഇതിൽ നിന്ന് ടാക്സ് വിഭാഗത്തിൽപ്പെട്ടവരും ബിസിനസ് വിഭാഗത്തിൽപ്പെട്ടവരും ചാർട്ടേഡ് അക്കൗണ്ടൻസുമാരൊക്കെ ഉന്നയിച്ചതിന്റെ വെളിച്ചത്തിലാണ് വീണ്ടും പ്രസ് റിലീസ് 30/9 പുറപ്പെടുവിച്ചത്. ഫസ്റ്റ് വന്നത് സർക്കുലർ ആണ്, CBDT സർക്കുലർ നമ്പർ 17 of 2020 ഡേറ്റഡ് 29th September 2020. അവിടെ ഒരു 2-3 പേജുള്ള ആ സർക്കുലറിൽ ഇതൊരു സെക്കൻഡ് പേജിൽ 4.4.2 എന്ന സ്ഥലത്ത് ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വുഡ് അപ്ലൈ ഓൺ ഓൾ സെയിൽ കൺസിഡറേഷൻ ബ്രാക്കറ്റിൽ ഇൻക്ലൂഡിംഗ് അഡ്വാൻസ് റിസീവ്ഡ് ഫോർ സെയിൽ റിസീവ്ഡ് on or after 1st October 2020 even if the sale was carried out before 1st October 2020. ഇനി ചില ആൾക്കുള്ള സംശയമാണ്, ഇതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് വുഡ് അപ്ലൈ ഓൺ ഓൾ സെയിൽ കൺസിഡറേഷൻ റിസീവ്ഡ് ഓൺ ഓർ ആഫ്റ്റർ 1st October 2020 even if the sale was carried out before 1st October 2020. ഇനി സെയിൽ നടന്നിരിക്കുന്നത് 1st April to
30th September വരെയുള്ള പീരീഡ് ആണ്. പക്ഷെ സെയിൽസ് കൺസിഡറേഷൻ ലഭിക്കുന്നത് 1-നോ അല്ലെ 1st October-നോ അതിനുശേഷമോ ആണെങ്കിൽ ആ എമൗണ്ടിന്റെ മുകളിലും TCS പിടിക്കണം. ഏതിന്റെ മുകളിലും വേണം? ഇൻക്ലൂഡിങ് അഡ്വാൻസ് റിസീവ്ഡ് ഫോർ സെയിൽ. ഇനി ഈ 1-10-നോ അതിനുശേഷമോ ഏതെങ്കിലും സെയിലിന് അഗൈൻസ്റ്റ് ആയിട്ട് അഡ്വാൻസ് ലഭിക്കുന്നുണ്ടെങ്കിലും ആ റിസീപ്റ്റിന്റെ മുകളിലും TCS കളക്ട് ചെയ്യാൻ സെല്ലർ ബാധ്യസ്ഥനാണ് എന്നർത്ഥം. ഇനി അടുത്ത പോയിന്റ് 4.6 അഡ്ജസ്റ്റ്മെന്റ് ഫോർ സെയിൽസ് റിട്ടേൺ, ഡിസ്കൗണ്ട് ഓർ ഇൻഡയറക്റ്റ് ടാക്സസ്. No adjustment on account of sales return or discount or indirect taxes including GST is required to be made for collection of tax under subsection 1H of section 206C of the Act, since the collection is made with reference to receipt of amount of sale consideration. ഇനി പറയുന്നത് no adjustment on account of sales return or discount or indirect taxes including GST. ഇനി ഈ സെയിൽസ് റിട്ടേണിന്റെയോ ഡിസ്കൗണ്ടിന്റെയോ GST-യുടെയോ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഏതിന്റെ മുകളിൽ വരുത്തേണ്ട, ഒരു അഡ്ജസ്റ്റ്മെന്റും ഈ കളക്ഷന്റെ മുകളിൽ വരുത്തേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ since the collection is made with reference to receipt of amount of sales consideration. കാരണം സെയിൽസുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഏതിന്റെ മുകളിലാണ് TCS കളക്ട് ചെയ്യേണ്ടത്? സെയിൽസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്നതിന്റെ മുകളിലാണ് TCS കളക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണോ കിട്ടുന്നത് അതിന്റെ മുകളിലാണ് TCS കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി നോക്കുക, മെയിൻലി TCS ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ റിസീപ്റ്റ് ഓഫ് സെയിൽസ് കൺസിഡറേഷൻ, നോട്ട് ഓൺ സെയിൽസ്. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി ഓർത്ത് വെക്കുക, മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. TCS is mainly based on receipt of sales consideration. Receipt of sale consideration മുകളിലാണ് TCS ചാർജ് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കണക്കാക്കേണ്ടത്. അല്ലാതെ ഇതിന്റെ മുകളിലല്ല, നോട്ട് ഓൺ സെയിൽസ്, സെയിൽസിന്റെ മുകളിൽ അല്ല. ഇനി ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പോയിന്റുകളാണ് ഈ TCSന്റെ രണ്ടാം ഭാഗത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി ഇതിന് ശേഷം പറയാനുള്ളത് ഇതിന്റെ കോംപ്ലയൻസ്, അതായത് ഈ TCS ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എനിക്ക് കുറെ വിഷമങ്ങളാണ് വരാനുണ്ടാവുക. എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ ഇനി വരാനുണ്ടാവും. കാരണം ഇതുവരെ ആൾക്കാർ ഉന്നയിച്ചിട്ടുള്ള ടെക്നിക്കൽ ഡിഫിക്കൽറ്റികളുള്ള പ്രശ്നങ്ങൾക്കുള്ള വിഷമങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് CBDT ഈ സർക്കുലറിലൂടെയും പ്രസ് റിലീസിലൂടെയും പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതാണ്. ഇനി 1-ാം തീയതി തൊട്ട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോഴുള്ള വിഷമങ്ങളും കാര്യങ്ങളും പുറത്തു വരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് CBDT അതിനുള്ള ക്വിക്കായിട്ടുള്ള ആൻസറുകൾ, മറുപടികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കും എന്ന് വിചാരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.